യാക്കോബിന്റെ പേര് മാറ്റിയ ദൈവം, ദൈവത്തിന് ഇഷ്ടമുള്ളത് നിന്റെ പേര് മാറ്റുക എന്നുള്ളതാ. എൻ്റെ ദൈവത്തിന് ഇഷ്ടമുള്ളത് നിന്നെ വിടുവിക്കുക എന്നുള്ളതാ. എൻ്റെ ദൈവത്തിന് ഇഷ്ടമുള്ളത് അവന് നിന്നെ സൗഖ്യമാക്കുക എന്നുള്ളതാ. എൻ്റെ ദൈവത്തിന് ഇഷ്ടമുള്ളത് നിന്നെ നിന്നയിൽ നിന്ന് കരമുയർത്തി നിന്നെ കരം പിടിച്ച് മാന്യത അണിയിക്കുക എന്ന മാന്യതയോടെ നിന്റെ ജീവിതത്തിൽ മാന്യത മാത്രം നീ അനുഭവിക്കുന്ന ദിവസങ്ങൾ, നീ സകല മേഖലയിലും നിന്ദിക്കപ്പെട്ടതാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാം, എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടം നിന്നെ മാനിക്കുക എന്നുള്ളതാ. നിനക്ക് വിരോധമായി ഒരു ആയുധവും ഫലിക്കുകയില്ല. നിനക്ക് വിരോധമായി ഒരു ശത്രുവിന്റെ വാക്കും നിനക്ക് ഫലിക്കുകയില്ല. യഹോവ നിനക്ക് അനുകൂലവും പ്രതികൂലമായ ഒരു മനുഷ്യനും എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയത്തില്ല. ഒരു വാക്കിനും നിനക്ക് പ്രതികൂലമായി എഴുന്നേൽക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വാക്ക് നിനക്ക് അനുകൂലമാ. ദൈവത്തിന് ഇഷ്ടം നിന്നെ അനുകൂലമായി, ദൈവത്തിന് നിനക്ക് അനുകൂലമായി നിൽക്കുന്ന ദൈവത്തിന് ഇഷ്ടം. നിനക്ക് വിരോധമായ എല്ലാ കൈയെഴുത്തുകളും ഇന്ന് പകൽ മായുന്ന ദിവസമാ. നിനക്ക് വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം ഇറങ്ങി നിന്ന് സകല കൈയെഴുത്തുകൾ പൊളിയട്ടെ. ഇന്ന് പകൽ സകല കൈയെഴുത്തുകൾ പൊളിയട്ടെ. നീ ഉയർക്കത്തില്ല എന്ന് വെല്ലുവിളിച്ചിരിക്കുന്ന എല്ലാ വെല്ലുവിളികളും യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. നീ ഉയർക്കത്തില്ല എന്ന് ആരാ പറഞ്ഞേ? നിന്നെ കല്ലറയിൽ അടക്കി വെച്ചിരിക്കുകയാണെന്ന് ആരാ പറഞ്ഞേ? ഇല്ല, ഇന്ന് നിനക്ക് മൂന്നാം നാൾ ഒരു ഉയർപ്പുണ്ട്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിനക്ക് വിരോധനമായി എഴുതി വെച്ചിരിക്കുന്ന എല്ലാ മുദ്രകളെയും പൊളിച്ച് നീ ഉയർത്തെഴുന്നേൽക്കും. നിന്നെ ആർക്കും കെട്ടിവെക്കുവാൻ കഴിയത്തില്ല, നിന്നെ ആർക്കും പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് കാറ്റെന്ന പോലെ പാഴ്ശൂന്യമായ നിന്റെ ജീവിതത്തിനകത്ത് ഈ 7-ാം മാസത്തിലും പ്രവർത്തിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നിനക്ക് വിരോധമായ ഒരു കൈയെഴുത്തും ഉണ്ടാകുകയില്ല. നിനക്ക് വിരോധമായി ജപ്തിക്കകത്ത് സൈൻ ചെയ്ത അതേ മാനേജർ ആ ജപ്തി വേണ്ട എന്ന് എഴുതുന്ന പകല കോടതി മുറിക്കകത്ത് ന്യായാധിപൻ വിധിക്കുന്ന വിധി നിനക്ക് അനുകൂലമായി വിധിക്കുന്ന പകല. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, നിന്റെ വിഷയത്തിന്റെ മേൽ ദൈവം വിധിക്കുന്നത്, ദൈവത്തിന്റെ വിധി അന്തിമമായിരിക്കും. മനുഷ്യൻ നിനക്ക് വിരോധമായി വിധിക്കുന്ന വിധികളെ ദൈവം നിനക്ക് അനുകൂലമാകുന്നു പകല. ആരാ പറഞ്ഞേ നിന്റെ തലമുറയെ കൊണ്ട് നീ നന്മ അനുഭവിക്കത്തില്ലെന്ന്? അതേ പറഞ്ഞവന്റെ മുമ്പേ എന്റെ ദൈവം നിന്റെ തലമുറയെ ഉയർത്തി മാനിക്കും. ഈ പദത്തെ ഞാൻ ഉറൂന്നി നിന്ന് പറയുന്നു, നിനക്ക് വിരോധമായി എഴുന്നേക്കുന്ന ഒരായുധവും നിനക്ക് ഫലിക്കയില്ല. നിന്റെ കുഞ്ഞിന് കഴിവില്ലെന്ന് പറയാ, നിനക്ക് കഴിവില്ലെന്ന് പറയാ, നിന്റെ തലമുറയ്ക്ക് കഴിവില്ല, നിനക്ക് കഴിവില്ല, നിന്റെ കുടുംബത്തിന് കഴിവില്ല എന്ന് പറഞ്ഞ് നിന്നെ തള്ളി പറഞ്ഞവരുടെ മുമ്പ് നിന്നെ മൂലക്കല്ലായി നിർത്തും. ആർക്കും വേണ്ടാതിരുന്ന കൽപാത്രത്തെ കാവൻ വിരുന്നുവാഴികളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെയും അതുപോലെ ആർക്കും വേണ്ടാതിരിക്കുന്ന നിന്റെ ജീവിതത്തെ നോക്കി എഴുതി വെച്ചിരിക്കുന്ന എല്ലാ കൈയെഴുത്തുകളും ഇന്ന് പൊളിയുന്ന പകല. പേർ വിശ്വസിക്കോ? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ നോക്കി എഴുതി വെച്ചിരിക്കുന്ന എല്ലാ കൈയെഴുത്തുകളും, ദുഷ്ടൻ പറഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ വാക്കുകളും, നിന്നെ നോക്കി പ്രാർത്ഥിച്ച എല്ലാ എതിർ പ്രാർത്ഥനകളും, നിനക്കെതിരായുള്ള സകല മന്ത്രവാദ കളങ്ങളും ഇന്ന് പൊളിയുന്ന പകല.
ഒരു ആഭിചാരത്തിനും നിന്റെ ഭവനത്തിൽ സ്ഥാനമില്ല. ഒരു മന്ത്രവാദിയുടെ വാക്കിന് നിന്റെ ഭവനത്തിനകത്ത് സ്ഥാനമില്ല. നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ ജീവനുള്ള വാക്ക് അത് വിളങ്ങും. ശക്തിയുള്ള പലരുണ്ടാവാം, എന്നാൽ അതിൽ അധിപതിയായ ഒരുവനുണ്ട്. അത് എന്റെ യേശുവാ. അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാ. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങിയാൽ, യഹൂദ ഗോത്രത്തിലെ സിംഹം ഇറങ്ങിയാൽ നിന്റെ ജീവിതത്തിന് എതിരായി നിൽക്കുന്ന സകല വെല്ലുവിളികളും ഇന്ന് പൊളിയും. എന്റെ ദൈവത്തിന് ഇഷ്ടം നിന്നെ അനുഗ്രഹിക്കുക. എന്റെ ദൈവത്തിന് ഇഷ്ടം നിന്നെ വിടുവിക്കുക. എന്റെ ദൈവത്തിന് ഇഷ്ടം നിന്റെ ശാപത്തിൽ നിന്ന് കരം പിടിച്ച് ഉയർത്തുക. ഇനി ഇവിടെ കൊണ്ട് ഒതുക്കുവാൻ ആർക്കും കഴിയത്തില്ല. നിന്നെ ഈ പട്ടണം കൊണ്ട് ആരും ഒതുക്കി കളയത്തില്ല. നിന്റെ ഭവനം കൊണ്ട് നിന്നെ ഒതുക്കി കളയത്തില്ല. അടുക്കള കൊണ്ട് നിന്നെ ഒതുക്കി കളയത്തില്ല. ഒരു 4 മുറി അടങ്ങുന്ന ഓഫീസിനകത്ത് നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല. നിന്നെ ഉയർത്തി മാനിക്കുന്നവന് ബൗണ്ടറികളില്ല. പരിധികളും പരിമിതികളും ഇല്ലാത്ത ദൈവത്തെ സേവിക്കുന്ന ജനം, പരിധികളും പരിമിതികളും ഇല്ലാതെ ദൈവത്തെ സേവിക്കുന്ന ജനത്തിന് വിടുതലും പരിധിയും പരിമിതിയും ഇല്ലാതെ നിന്റെ ജീവിതത്തിൽ നീ വരച്ചു വെച്ചിരിക്കുന്ന, നീയായിട്ട് വെച്ചിരിക്കുന്ന ബൗണ്ടറികളുണ്ട്. അത് ദൈവം പൊളിക്കും. ഇന്ന് നിനക്ക് വിരോധമായി ഒരായുധവും ബലിക്കയില്ല. ഇന്ന് നിനക്ക് വിരോധമായി ഒരു ശത്രുവിന്റെ അമ്പും നിനക്ക് നേരെ വരികയില്ല. യോബെന്ന ദൈവ മനുഷ്യൻ അവൻ ചാരത്തിനകത്ത് ഇരിക്കുമ്പോഴും അവൻ വിശ്വസ്തയോടെ അവൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ മാനിക്കുന്ന ദൈവമുണ്ട്, എന്നെ ഉയർത്തുന്ന ദൈവമുണ്ട്. ആ മനുഷ്യന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു മടക്കി കൊടുത്തൊരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇന്ന് നീ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, നീ ഒരു പൊട്ടനെ പോലെ, ഒരു പൊട്ടിയെ പോലെ നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ലോകം നിനക്ക് ഭ്രാന്താന്ന് പറയൂ. പക്ഷേ മഹാപ്രളയം വരുമ്പോഴോ നിന്നെ കരുതുന്ന ഒരു പേടകമുണ്ട്. അവൻ നിന്നെ കരുതും. അടുത്ത് നിൽക്കുന്നവർ ആ പ്രളയത്തിൽ മുങ്ങിപ്പോകാം. നിന്റെ കൂട്ടുകാർ മുങ്ങാം, നിന്റെ ചാർച്ചക്കാർ മുങ്ങാം. എന്നാൽ ഈ പ്രളയത്തിനകത്ത് നീ മുങ്ങിപ്പോകത്തില്ല. ഒരു മഹാമാരിക്കോ നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. നിന്റെ മുമ്പിൽ ഒരു പേടകമുണ്ട്. അവന്റെ പേരാ ക്രിസ്തു. നോഹയോട് പറഞ്ഞ വാക്കുണ്ട്. നോഹയോട് ജനം പറഞ്ഞു, നിനക്ക് ഭ്രാന്താ, നിനക്ക് ഭ്രാന്താ. എവിടെ മഴ വരാനാ, എവിടെ വെള്ളം പൊങ്ങാനാ? ഇല്ല, എന്റെ ദൈവം പറഞ്ഞതാണെങ്കിൽ അവനത് ചെയ്യൂ. എന്റെ ദൈവം അത് പറഞ്ഞതാണെങ്കിൽ ചെയ്യൂ. പക്ഷേ ദൈവത്തിന്റെ വാക്ക് കേട്ട് നോഹ പേടകം പണിഞ്ഞു. ആ പേടകം പണി തീർന്നപ്പോൾ ദൈവം മഴ അയച്ചു. മഴ അയച്ചപ്പോൾ ആ പേടകത്തിനകത്ത് കയറിയ സർവ്വരും രക്ഷപ്പെട്ടു. എന്നാൽ ആ പേടകത്തിൽ കയറാത്തവർ ആ പ്രളയത്തിൽ മുങ്ങിപ്പോയി. ഇന്ന് നിന്നോട് ഞാൻ പറയാം, ദൈവത്തിന്റെ വാക്ക് കേട്ട് നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ അടുത്തുള്ള അപ്പുറം ഇപ്പുറം നിൽക്കുന്നവൻ മുങ്ങിയാലോ ഇന്ന് നീ മുങ്ങത്തില്ല. പേടകം നിന്നെ സംരക്ഷിക്കൂ. ക്രിസ്തു ആകുന്ന പേടകം നിന്നെ സംരക്ഷിക്കൂ. ഒരായുധവും നിനക്ക് ഫലിക്കയില്ല. ഒരു മഹാമാരിയും നിനക്ക് ഫലിക്കയില്ല. കുടുംബത്തെ ദൈവം മാനിക്കോ. നിന്റെ തലമുറയെ ദൈവം മാനിക്കോ. നിന്റെ കുടുംബത്തെ ദൈവം മാനിക്കോ. നിന്റെ തലമുറയെ ദൈവം മാനിക്കോ. നിന്നെ ദൈവം മാനിക്കോ. ആരാ പറഞ്ഞേ നീ രക്ഷപ്പെടത്തില്ലത്? വേണ്ടത് ലോകം പറയും നീ രക്ഷപ്പെടത്തില്ലത്. ലോകം പഠിച്ചതേ പറയത്തുള്ളൂ. എന്നാൽ എന്റെ ദൈവം പറയുന്നത്, അവൻ മനുഷ്യന് കഴിയുന്നതല്ല പറയുന്നത്. അവൻ പറയുന്നത് സൂപ്പർ നാച്ചുറലാ. അവൻ പറയുന്നത് മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറമുള്ള കാര്യമാണ്. ഇഷ്ടമോ? ഇന്ന് ദൈവത്തിന് ഇഷ്ടമാ നിന്നെ. ദൈവത്തിന് നിന്നെ ഇഷ്ടം. ലോകത്തിലുള്ളതിന് ദൈവത്തിന് വേണ്ട. ഇന്ന് നിന്നെ വേണോ? ഇന്ന് നിന്നെ തിരഞ്ഞെടുത്ത് ഇതിനകത്ത് കൊണ്ടുവന്നത് അവന് പ്രിയമുള്ളത് കൊണ്ട്. അവന് പ്രിയമുള്ളതിന് മാത്രം അവൻ തിരഞ്ഞെടുത്തു. അവൻ പ്രിയമുള്ളതിനെ അവന്റെ കൂട്ടത്തിൽ ചേർത്ത് അവന്റെ ശിഷ്യന്മാരെ അവൻ തിരഞ്ഞെടുത്തപ്പോ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതല്ല, വേണ്ടാത്തതിനെ, ആർക്കും വേണ്ടാത്തതിനെ അവൻ തിരഞ്ഞെടുത്തത്.
എന്റെ ദൈവത്തിന് നിന്റെ ബുദ്ധി വേണ്ട, എന്റെ ദൈവത്തിന് നിന്റെ കഴിവ് വേണ്ട, എന്റെ ദൈവത്തിന് നിന്റെ ഒന്നും വേണ്ട. അവന് നിന്റെ ഹൃദയം കൊടുക്കുവാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് വിരോധമായി ഒരായുധവും ഫലിക്കയില്ല, നിനക്ക് വിരോധമായി ഒരു യുദ്ധവും സംഭവിക്കയില്ല. എത്ര ഗോലിയാത്ത് ഇറങ്ങി വന്നാലോ അഭിഷേകമുള്ളവന്റെ മുമ്പിൽ കമന്നു വീഴും. ഫറവോന്റെ ശക്തി ഇറങ്ങിയാലോ ആ ഫറവോന്റെ ശക്തിയുടെ മുമ്പിൽ ചെങ്കടൽ പിളർന്നു വഴി തുറന്ന് നിന്നെ നിന്റെ ദേശത്തെത്തിക്കും, നിന്റെ ദേശത്തെത്തിക്കും. എത്ര ആണ്ടിന്റെ പഴക്കമുള്ള രോഗവും ആയിക്കോട്ടെ, നിന്നെ വിടുവിക്കുവാൻ ആരുമില്ലായിരിക്കാം, ഒരു ശക്തിക്കും നിന്നെ വിടുവിക്കുവാൻ കഴിഞ്ഞില്ലായിരിക്കാം വേണ്ടത്. എന്നാൽ ദൈവം നിന്നെ ഡയറക്റ്റ് ഇറങ്ങി നിന്നെ സൗഖ്യമാക്കും. നിന്റെ വർഷ കണക്ക്, നിന്റെ മാസ കണക്ക്, നിന്റെ ദിവസ കണക്ക്, നിന്റെ മിനിറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പറയാ ഇരട്ടി പങ്കോട് നിന്റെ കയ്യിൽ മടക്കി തരും. നിന്റെ ഭാവി തകർന്നു പോകത്തില്ല, നിന്റെ ഭാവി തകർന്നു പോകത്തില്ല. ഇന്നലെ വരെ നടന്നതല്ല ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഇന്ന് നിന്റെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കും. സൈന്യങ്ങളുടെ യഹോവ, സൈന്യങ്ങളുടെ യഹോവ നിനക്ക് അനുകൂലമായി ഉണ്ട്. സൈന്യങ്ങളുടെ യഹോവ നിനക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. ഇത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാൽ. നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വിളങ്ങുമ്പോൾ, നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വിളങ്ങുമ്പോൾ നീ പോലും അത്ഭുതമാകുന്നത്, നീ പോലും അതിശയിക്കുന്നത്. നിന്റെ കണ്ണുനീരിന്റെ മറുപടി, നിന്റെ കണ്ണുനീരിന്റെ മറുപടി അത് അകലെയല്ല, നിനക്ക് സമീപമാ. നിന്റെ ഹൃദയം ദൈവത്തിന് വിട്ടുകൊടുത്താൽ, നീ വിശ്വസിച്ചാൽ ഈ നിമിഷം ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നിറവേറണേ എന്ന് പ്രാർത്ഥിക്കാമോ? ഇന്ന് പകൽ ഒന്നുകൂടെ വിളിച്ചു പറയാമോ? കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറണേന്ന്. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറണേന്ന്. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം. ഞാനോ കുറയണോ, അങ്ങോ വളരണോ? ഇന്ന് വിളിച്ചു പറയാമോ? ഞാനോ കുറയണോ, കർത്താവേ അങ്ങോ വളരണോ? എന്നിലെ ഞാൻ കുറയട്ടെ, എന്റെ കഴിവുകൾ പൊളിയട്ടെ. ഇന്ന് നിന്റെ കഴിവല്ല, നിന്റെ മിടുക്കല്ല, ഇന്ന് നീ ജീവനോടെ ഇരിക്കുന്നത് എന്റെ ദൈവം നിന്നെ കരുതുന്നുണ്ട്. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ. ഇന്നൊന്ന് പാടുവാൻ കഴിയുമോ? ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ പാടുമ്പോ, നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ പാടുമ്പോ ദൈവത്തിന്റെ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുക. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം ഇന്ന് നിന്റെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വെളിപ്പെടുക. സകല ആയുധങ്ങളോ, സകല ആയുധങ്ങളോ ഇന്ന് പൊളിയുന്ന പകല. നിനക്ക് വിരോധമായി എഴുതിയ എല്ലാ കൈയെഴുത്തുകളും ഇന്ന് പകൽ മായുന്ന പകല. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം ചിലതിനെ എടുത്തു മാറ്റും.